പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായിട്ട് ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് ഒരിക്കൽ മിശ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപം കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വേള അദ്ദേഹത്തിൻ്റെ ഭൂതകാലമൊക്കെ ഓർത്തുകൊണ്ട് കരഞ്ഞുപോയൊരു നിമിഷമുണ്ട്. കാരണം അദ്ദേഹത്തെ അന്ന് കാണുമ്പോൾ ഒരൊറ്റ വസ്ത്രം, അതും വിവിധ ഭാഗങ്ങളിൽ കണ്ടം കൊണ്ട് ഓട്ടയടക്കപ്പെട്ട ഒരൊറ്റ വസ്ത്രത്തിൽ മിശ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ പ്രവാചകൻ ഓർമ്മ വന്നത് മക്കയുടെ ഒരു കാലഘട്ടമാണ്. അദ്ദേഹത്തിൻ്റെ ജനാസ സംസ്കരിക്കുമ്പോൾ പോലും റസൂല് പറഞ്ഞതും ഇതേ ഓർമ്മകളാണ്. മിശ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ സംസ്കരിക്കുമ്പോൾ സ്വഹാബാക്കൾ ധർമ്മസങ്കടത്തിലായൊരു നിമിഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കഫം പൊതിയാനുള്ള തുണി പോലും സ്വന്തമായില്ലാത്തൊരു മനുഷ്യൻ. ആകെയുള്ളൊരു കരിമ്പടം കൊണ്ട് അദ്ദേഹത്തിൻ്റെ തല മൂടിയാൽ കാല് പൊതിയാൻ കഴിയില്ല, കാല് മൂടുകയാണെങ്കിൽ തല മൂടാൻ കഴിയില്ല. നബിയുടെ മുമ്പിലാണ് അവർ വന്നത് പരിഹാരത്തിന് വേണ്ടിയിട്ട്. ഔദാര്യങ്ങളല്ല കഫൻ പുടവ എന്നുള്ളത്, അത് അവനവൻ്റെ സമ്പാദ്യത്തിൻ്റെ അവശേഷിപ്പിൽ നിന്നാണ് കഫൻ പുടവ നൽകേണ്ടത് എന്നുള്ളത് കൂടിയാണ് അവിടെ പഠിപ്പിക്കപ്പെടുന്നത്. എങ്ങനെയാണ് പ്രവാചകരെ ഈ കഫം പൊതിയുന്നതൊന്ന് പൂർത്തീകരിക്കണ്ടേ എന്ന് റസൂല് പറഞ്ഞു, തലമൂട്. കാലുകളിൽ ഇദ്ഖിർ പുല്ലുകൊണ്ട് നിങ്ങൾ പുല്ലുകൾ പറിച്ച് വെച്ചിട്ട് കാല് മൂടിയിട്ട് നിങ്ങൾ മറമാടണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ നിമിഷത്തിൽ റസൂൽ ഓർക്കുന്നൊരു പഴയ കാലമുണ്ട്. മിശ്അബേ, നിന്നെ ഞാൻ മക്കയിൽ വെച്ച് കണ്ടൊരു കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് നിന്നോളം വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചവരാരെയും ഞങ്ങൾ കണ്ടിട്ടില്ല. നിന്നോളം മുന്തിയ ഇനം സുഗന്ധങ്ങൾ പൂശുന്നവരെയും മക്കയിൽ കണ്ടിട്ടില്ല. നിന്നെപ്പോലെ മനോഹരമായ തിളക്കമുള്ള മുടിയുമായി തലമുടിയുമായി സഞ്ചരിച്ചവരെയും മക്കയിൽ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് നീ ഈ നിമിഷത്തിൽ ഒരു തികഞ്ഞ കരിമ്പടം പോലും ഇല്ലാതെ ഓട്ടയടപ്പിക്കപ്പെട്ട വസ്ത്രവുമായിട്ട് നീ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട് എന്ന് റസൂലിൻ്റെ ആ കണ്ണീർ തന്നെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. ആ സങ്കടത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു കാലഘട്ടം വരിക, ആ കാലത്ത് നിങ്ങൾ പ്രഭാതത്തിൽ ഒരു വസ്ത്രം എടുക്കുക, പ്രദോഷത്തിൽ മറ്റൊരു വസ്ത്രവും എടുക്കുക. അഥവാ ഒരു ദിവസം 2 ജോഡി വസ്ത്രങ്ങൾ എടുക്കുന്ന ഒരു നല്ല കാലഘട്ടം നിങ്ങൾക്ക് വന്നാൽ, അത് കണക്കിന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പാത്രം വെക്കപ്പെടുകയും മറ്റൊന്ന് എടുക്കപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യവും വന്നാൽ, അഥവാ ഒരു പാത്രം അഥവാ ഒരു നേരം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ഭക്ഷണത്തലിക നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വിധത്തിലുള്ള ഒരു സമൃദ്ധമായൊരു ജീവിത കാലഘട്ടം നിങ്ങൾക്ക് വന്നാൽ, കാബയെ മൂടുപണ്ണമായി അണിയിക്കുന്നത് പോലെ വെടിപ്പുള്ള കർട്ടനുകൾ കൊണ്ട് നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കുന്ന ഒരു കാലഘട്ടവും കടന്നു വന്നാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം 2 ജോഡി വസ്ത്രം എടുക്കുന്ന, ഒരു നേരത്തെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അടുത്ത നേരം വിളമ്പാനുള്ള ഭക്ഷണം റെഡിയാകുന്ന, നിങ്ങളുടെ വീടുകൾക്ക് വിലപിടിപ്പുള്ള കർട്ടനുകൾ കൊണ്ട് അലങ്കരിക്കുന്ന മനോഹരമായ ഒരു കാലഘട്ടം നിങ്ങൾക്ക് വന്നാൽ എങ്ങനെയായിരിക്കും സ്വഹാബത്തെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയും, നബി, അന്ന് നമ്മൾ ഏറ്റവും ബെറ്ററായ ഒരു ജീവിതം നയിക്കും. കാരണം നമുക്ക് ബുദ്ധിമുട്ടില്ല, ഉപജീവനത്തിൻ്റെ പ്രയാസങ്ങളാണ് പലപ്പോഴും നമ്മുടെ ദുനിയാവിലേക്ക് പിടിച്ചു കിട്ടുന്നത്. അതുകൊണ്ട് ജീവിത വിഭവങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇബാദത്തിന് വേണ്ടിയിട്ട് കൂടുതൽ സമയവും ചിലവഴിച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാകും നബിയെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അള്ളാഹിൻ്റെ റസൂൽ മറുപടി പറഞ്ഞത്, എന്നാൽ നിങ്ങൾക്ക് ഈ ദാരിദ്ര്യമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഈ അവസ്ഥയാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്തുകൊണ്ട് റസൂല് എനിക്ക് കിട്ടാത്തത് എൻ്റെ അനുയായികൾക്കും കിട്ടണ്ട, യുവമാരെല്ലാം ഗതികെട്ടവരായി തന്നെ അവസാനം വരെയും ജീവിച്ചാൽ മതി എന്നൊരു നേതാവിൻ്റെ സങ്കുചിത ചിന്തയല്ല. അതുകൊണ്ടല്ല, എനിക്ക് കിട്ടിയില്ല, ഞാനും പട്ടിണിയും പരിവട്ടമായിരുന്നു, എൻ്റെ കുടുംബത്തിനും പട്ടിണിയും പരിവട്ടവുമായിരുന്നു, അതുകൊണ്ട് എൻ്റെ സമുദായ അംഗങ്ങൾ നല്ല നിലയിലെങ്ങും ജീവിക്കേണ്ട ഒരുത്തനും എന്ന ആഗ്രഹം കൊണ്ടല്ല റസൂൽ പറഞ്ഞത്.
ഈ അള്ളാന്റെ റസൂൽ പറഞ്ഞൊരു വാക്കുകൾ, ഫവല്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് സത്യമിട്ട് പറയട്ടെ, മാഖ്ശാലിക്കുമുൽ ഫഖർ, നിങ്ങൾക്ക് പാപ്പരത്വം ഞാൻ ഭയപ്പെടുന്നില്ല, നിങ്ങൾ ദരിദ്രരായി പോകുമെന്നത് ഞാൻ ഭയപ്പെടുന്നില്ല, ഒരിക്കലും ഭയപ്പെടുന്നില്ല. ലാക്കിൻ അഖ്ശാ അലൈക്കും അൻ തനാഫസുദ് ദുനിയ, പക്ഷെ ഞാൻ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് വിഭവങ്ങൾ തുറക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് എന്ന്. ഇറാഖ് ജയിച്ചുകൊണ്ട് ഇറാഖിന്റെ ഗനീമത്ത് സ്വത്തുകൾ മദീനയിൽ കൊണ്ടുവന്ന് കൂമ്പാരം കൂട്ടിവെച്ചൊരു നിമിഷമുണ്ട്. ഈ പേർഷ്യയൊക്കെ കീഴടക്കി റോമും പേർഷ്യയും എല്ലാം ഇസ്ലാമിന്റെ മുമ്പിൽ വാതിൽ തുറക്കപ്പെട്ട് ആ പേർഷ്യയുടെ ഗനീമത്ത് സ്വത്തുക്കളെല്ലാം കൊണ്ടുവന്ന് മദീനയിൽ കുന്നുകൂട്ടി വെക്കുമ്പോൾ സഹാബാക്കൾക്ക് ആഹ്ലാദത്തിന്റെ ദിവസമായിരുന്നു. എന്നാൽ ആ കൂനയുടെ മുമ്പിൽ നിന്നൊരു മനുഷ്യൻ മാത്രം വിതുമ്പിക്കരഞ്ഞു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തിനാ ഇന്ന് സങ്കടപ്പെടുന്നത്? ഇന്ന് വിജയത്തിന്റെ ദിവസമാണ്, സന്തോഷത്തിന്റെ ദിവസമാണ്, ആനന്ദത്തിന്റെ ദിവസമാണ്. ഇന്ന് സങ്കടത്തിന് പ്രസക്തിയില്ല. അങ്ങെന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ ദുനിയാവ് തുറക്കപ്പെട്ട സമൂഹമെല്ലാം നശിച്ചു പോയിട്ടേ ഉള്ളൂ എന്ന പ്രവാചകന്റെ വാക്കുകളാണ് ഈ നിമിഷം എനിക്ക് ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇപ്പം നമുക്ക് ദാരിദ്ര്യം എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് ഭയക്കുന്നില്ല. പക്ഷെ സമ്പത്തുണ്ടാവുക എന്നുള്ളത് റസൂൽ ഭയക്കുകയും ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ സമ്പത്തൊന്നും ഉണ്ടാക്കാതെ ദുനിയാവുമായിട്ട് പരിപൂർണമായി വിരക്തരായി പരലോകവുമായിട്ട് മാത്രം ബന്ധപ്പെട്ടുകൊണ്ട് ദുനിയാവിൻ്റെ എല്ലാ താല്പര്യങ്ങളും സമ്പത്തും വിഭവങ്ങളും എല്ലാം ത്യജിച്ച് ഒരു സന്യാസ ജീവിതമാണ് മുസ്ലിമീങ്ങളിൽ നിന്ന് ഇസ്ലാം പ്രതീക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട. അതല്ല, അതിവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സമ്പൂർണമായൊരു പരിത്യാഗിയായിട്ടായിരിക്കണം വിശ്വാസി ഇവിടെ ജീവിക്കേണ്ടത്. ഭൂമിയിൽ അവർക്ക് യാതൊരു പങ്കുമില്ല, അവകാശവുമില്ല എന്നതല്ല റസൂൽ പഠിപ്പിക്കുന്നത്. റസൂലോട് സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യന്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന ഒരുപാട് പരീക്ഷണങ്ങളുടെ കവാടമുണ്ട്. ജീവിതം തന്നൊരു പരീക്ഷയാണ്. ഈ പരീക്ഷയിൽ ഒരുപാട് ചോദ്യങ്ങൾ മനുഷ്യന്റെ മുമ്പിലേക്ക് വരും. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാണ് മനുഷ്യൻ വിജയിക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റുത്തരം എഴുതുന്ന ഒരു ചോദ്യമുണ്ടല്ലോ ഈ ഉമ്മത്തിൽ. അള്ളാഹുവിന്റെ റസൂൽ പറയണ, എൻ്റെ സമുദായത്തിനകത്ത് ഈ പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന മനുഷ്യനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റുത്തരം എഴുതുന്ന ഒരു ചോദ്യം എന്നുള്ളത് അത് പണത്തിന്റെ വിഷയമാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽമാൽ. എല്ലാ സമൂഹത്തിനും എല്ലാ സമുദായങ്ങളെയും അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ ദൗർബല്യമുണ്ട്. ചില മേഖലകളിൽ അവർക്ക് വല്ലാത്ത വൈകല്യമുള്ളവരാണ്, അവിടെയാണ് അവർ പരാജയപ്പെട്ടു പോവുക. എൻ്റെ ഉമ്മത്തിൽ മഹാഭൂരിപക്ഷവും പരാജയപ്പെട്ടു പോകുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത്, ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് അത് പണവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, അല്ലാതെ സമ്പാദിക്കേണ്ട എന്നല്ല, സമ്പാദിക്കണമെന്ന് തന്നെയാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. പണമില്ലാതെ എങ്ങനെ ജീവിക്കുക? ധനമില്ലാതെ ജീവിതമില്ല. ധനമില്ലാതെ മനുഷ്യന് ജീവിക്കാനേ കഴിയില്ല. മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ അടിയാധാരമാണ് സമ്പത്ത്. അതങ്ങനെ ഖുർആൻ പഠിപ്പിക്കുന്നത്. വലാ തുഅതു സുഫഹാ അംവാലക്കും, നിങ്ങൾ വിഡ്ഢികളെ സമ്പത്ത് ഏൽപ്പിക്കാൻ പാടില്ല. വജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങളുടെ നിലനിൽപ്പിന്റെ അവിഭാജ്യ ഘടകമാണ് സമ്പത്ത്, അനിവാര്യതയാണ് സമ്പത്ത്. അതുകൊണ്ട് തന്നെ വിഡ്ഢികളെ നിങ്ങൾ സമ്പത്ത് ഏൽപ്പിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാ 5-ാമത്തെ ആയത്ത് യതീമുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുന്നിടത്തായി പറയുന്നത്. പക്ഷെ അവിടെ പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ് സമ്പത്ത് എന്നുള്ളത്. അത് ഒഴിവാക്കാൻ ഇസ്ലാം പറയുന്നില്ല. പക്ഷെ അത് കൈകാര്യം ചെയ്യുമ്പോൾ വ്യക്തമായ ഒരു ഇസ്ലാമിക ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മളത് കൈകാര്യം ചെയ്യേണ്ടത്, അത് സമ്പാദിക്കേണ്ടത്, വിനിയോഗിക്കേണ്ടത്. ആ മേഖലയിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിച്ച് സമ്പൂർണമായ നിലയിൽ അത്തരമൊരു സാമ്പത്തിക ജീവിതം നയിക്കാൻ വിശ്വാസിക്ക് കഴിയുന്നത് കുറവായി പോയി. അതാ പറഞ്ഞത്. പണം കാണുമ്പോൾ കണ്ണ് മഞ്ഞളിച്ചു പോകുന്നവരാ മനുഷ്യരിൽ മഹാഭൂരിപക്ഷം എന്നായി പറയുന്നതിൻ്റെ അർത്ഥം. പാളിപ്പോകാറുണ്ട് മനുഷ്യൻ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ, വിഷയത്തിലേക്ക് പറഞ്ഞാൽ, നമ്മൾ സമ്പത്ത് എന്നുള്ള വലിയൊരു പരീക്ഷണമാണ്. അനുഗ്രഹമായിരിക്കുമ്പോൾ തന്നെ വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, സമ്പത്തും സന്താനങ്ങളും ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളും വിഭവങ്ങളുമാണ് എന്ന് പറഞ്ഞ അതേ അള്ളാഹു തന്നെ പറയാണ്, ജനങ്ങളെ അറിയണേ നിങ്ങൾ, അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സന്താനങ്ങളും സമ്പാദ്യങ്ങളും നിങ്ങൾക്കുള്ളൊരു പരീക്ഷണം കൂടിയാണ്, അതൊരു പരീക്ഷ കൂടിയാണ്. വളരെ ജാഗ്രതയോടെ വേണം ഈ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തേണ്ടത്, അച്ചടക്കമുള്ളൊരു ജീവിതം നയിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിലെ താക്കീത് സൂചനയും നൽകുന്നുണ്ട് ഇവിടെ. അപ്പോൾ പണം സമ്പാദിക്കുമ്പോഴും അത് വിനിയോഗിക്കുമ്പോഴും ഒക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന കുറേ നിർദ്ദേശങ്ങളും നിയമങ്ങളുമുണ്ട്, അത് പാലിക്കപ്പെടേണ്ടതുണ്ട്. ഒന്നാമത്, പണം സമ്പാദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാം നൽകുന്ന ഒരു പ്രോത്സാഹനമുണ്ട്, വല്ലാത്തൊരു മോട്ടിവേഷൻ നൽകുന്നുണ്ട്. സമ്പാദിക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സമ്പാദിക്കണമെന്ന് പറയുന്ന മതമാണ് വിശുദ്ധ. അത് അൺലിമിറ്റഡ് ആണ്, എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. ഒരു മനുഷ്യനോട് നിനക്ക് ഇത്ര ആവശ്യമുണ്ടല്ലോ, അത്രയും സമ്പാദിച്ചല്ലോ, നിർത്ത് എന്ന് പറഞ്ഞിട്ടില്ല.
എത്ര വേണമെങ്കിലും സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. എന്നല്ല സമ്പാദിക്കാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാതെ മാറി നിൽക്കുന്നവനെ വിമർശിക്കുന്നുണ്ട് വിശുദ്ധ ഇസ്ലാം. വിശുദ്ധ ഖുർആൻ ആത്യന്തികമായി മനുഷ്യരെ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? പാരത്രിക വിജയമാണ്. ഭൗതികമായി ലോകത്ത് അല്ലാഹു നൽകിയ ഈ ജീവിതം, ഈ ആയുസ്, ഈ ആരോഗ്യം, ഈ സമ്പത്ത്, ഈ സൗഭാഗ്യങ്ങളെല്ലാം നിങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് നിങ്ങൾ ലക്ഷ്യമിടേണ്ടത് പരലോകം തന്നെയാണ്, തർക്കമില്ല. ദുനിയാവ് മറന്നുകൊണ്ട നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ മരണം വരെയും സുദീർഘമായ ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. അങ്ങനെ ജീവിക്കണമെങ്കിൽ, അങ്ങനെ ജീവിച്ചാൽ മാത്രമേ പരലോകത്തിന് വേണ്ടി പണിയെടുക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ പണിയെടുക്കണമെങ്കിൽ നിങ്ങൾക്കിവിടെ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് സമ്പാദ്യം ഉണ്ടായേ തീരൂ. ധനമില്ലാതെ നിൽക്കാൻ കഴിയില്ല. കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും ഉടുക്കുന്ന വസ്ത്രവും പാർക്കുന്ന പാർപ്പിടവും എല്ലാം സമ്പത്തായിരിക്കുമ്പോൾ സമ്പാദ്യമില്ലാതെ മനുഷ്യന് നിലനിൽപ്പില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് പരലോകത്തിന് വേണ്ടി പണിയെടുക്കണമെങ്കിൽ പോലും ദുനിയാവ് നമ്മൾ വിട്ടുകളയാൻ പാടില്ല എന്നാ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ ഖുർആൻ പറയുന്നൊരു വാചകമുണ്ട് പകലിനെ കുറിച്ച്, വന്നഹാറ മആശ വല്ലൈല ലിബാസ എന്ന്. വന്നഹാറ മആശ, പകലിനെ നാം സംവിധാനിച്ചു, മആശൻ ഉപജീവന മാർഗത്തിന് വേണ്ടി ഉതകുന്ന വിധത്തിലെന്ന്, മഈശത്ത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടെന്ന്. പകലിന് എന്തിനാ അല്ലാഹു സംവിധാനിച്ചത്? നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടിയെന്നാ. എന്നിട്ട് രാത്രി അല്ലാഹു സംവിധാനിച്ചു. ഒരു ഭാഗത്ത് പറയാണ് വല്ലൈല ലിബാസ, നിങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടും. പകൽ പണിയെടുത്ത് തളർന്നവന് വിശ്രമിക്കാൻ വേണ്ടിയാ രാത്രി സംവിധാനിച്ചത്, ഒരു പുതപ്പ് പോലെ. പണിയെടുത്ത്, അല്ലാതെ ഇബാദത്തെടുത്താലും തളരൂലല്ലോ. ഒരു ദിവസം എത്ര അമലുണ്ടാകും? അള്ളാഹുവിന് വേണ്ടി മാത്രമായിട്ടൊരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടാകും? 5 നേരത്തെ നമസ്കാരം, കുറച്ച് ദിക്റുകൾ, കുറച്ച് ഖുർആൻ പാരായണം, അതുകൊണ്ട് ഒരു മനുഷ്യൻ തളർന്നു പോവില്ല. സമയത്തിന്റെ കൂടുതൽ ഭാഗവും നമ്മൾ ചിലവാക്കുന്ന എന്തിനു വേണ്ടിയാണ്? ജോലിക്ക് വേണ്ടിയാ. നേരം വെളുത്ത് സുബഹി നമസ്കാരം കഴിഞ്ഞ് ഒരു ചായയും കുടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും ജീവിത രീതിയാണ്. പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പണത്തിന് വേണ്ടിയാ പുറത്തിറങ്ങുന്നത്, പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട്. ഓരോരുത്തർക്കും നാനാതുറയിൽ വ്യത്യസ്തങ്ങളായ ജോലികളാണ്. സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങുന്നത്. ആ പകല് മുഴുവൻ സമ്പാദിക്കണം നമ്മൾ. ഈ സമ്പാദിക്കാൻ വേണ്ടി നാടുകൾ കടന്നു പോകുന്നു. ഈ ഭൂമിയെ ദലൂലൻ നിങ്ങൾക്ക് കീഴടക്കി നൽകിയത്, അതിന് ഫംശുഫി മനാകിബിഹ, അതിന്റെ തോളുകളിലൂടെ ഭൂമിയിൽ നിങ്ങൾക്ക് പരക്കെ സഞ്ചരിക്കുകയും ചെയ്യും, നിങ്ങൾക്ക് ഭക്ഷിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ. ഭൂമിയിൽ പരക്കെ സഞ്ചരിച്ചുകൊണ്ട് നാട് വിട്ട് നാട് കയറിയിട്ട് നിങ്ങൾക്ക് പുതിയ പുതിയ താവളങ്ങൾ കണ്ടെത്തിയിട്ട് സമ്പത്തിന്റെ സോഴ്സുകൾ കണ്ടെത്തിയിട്ട് വരുമാനമുണ്ടാക്കാം. മനുഷ്യർക്ക് അനുവാദം നൽകുന്നു വിശുദ്ധ ഖുർആൻ. അതിനുവേണ്ടിയാ പകലുകളെ സംവിധാനിച്ചത് എന്ന്. അങ്ങനെ പകലന്തിയോളം പണിയെടുത്തൊരു മനുഷ്യൻ, ആ മനുഷ്യൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് മടങ്ങി വരുമ്പോൾ അവന് വിശ്രമിക്കാൻ വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച വിരിപ്പത്രേ രാത്രി എന്ന് വിശുദ്ധ ഖുർആൻ. പണിയെടുത്ത് തളരുന്നവന് വിശ്രമിക്കാൻ വേണ്ടി കൂടിയാണ് രാത്രി. ഇന്ന് രാത്രിയും പകലും ഇല്ലാതെ നമ്മൾ പണിയെടുക്കുകയാണ്. അതിലൊന്നും തെറ്റ് പറയുന്നില്ല വിശുദ്ധ ഖുർആൻ, അതിലൊന്നും കുഴപ്പവും പറയുന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്യണമെന്നാണ് പഠിപ്പിക്കുന്നത്. അതങ്ങ് ഒഴിവാക്കാൻ പാടില്ല. നിങ്ങൾ അധ്വാനിക്കണം. എന്താ, ഇന്ന് വെള്ളിയാഴ്ചയാണ് ജുമയ്ക്ക് വേണ്ടിയിട്ടുള്ള ദിവസം. ആരാധനകൾക്ക് വേണ്ടി പൂർവ്വ സമൂഹങ്ങൾക്കെല്ലാം ആഴ്ചയിൽ വാരാടിസ്ഥാനത്തിൽ ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം പരിപൂർണമായിട്ട് ആരാധനയ്ക്ക് വേണ്ടിയാ. ബാക്കി 6 ദിവസവും പിന്നെ എന്തിനാ? 6 ദിവസം ജോലി ചെയ്യാൻ, 6 ദിവസം പണം സമ്പാദിക്കാനും ഒരു ദിവസം ആരാധനയ്ക്കും വേണ്ടിയും കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടം കടന്നു പോയിട്ടുണ്ട്. അതാ ഖുർആൻ പറയുന്നത്, വലഖദ് അലിംതുമുല്ലദീന അഅ്തദൂ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനൂ ഖറദതൻ ഖാശഈൻ. കഴിഞ്ഞു പോയൊരു സമൂഹമുണ്ടായിരുന്നു. അവർക്ക് ആഴ്ചയിൽ 6 ദിവസവും ജോലി ചെയ്യാനുള്ള അവകാശം കൊടുത്തു, സമ്പാദിക്കാൻ അനുവാദം കൊടുത്തു. ആഴ്ചയിൽ ഒരേ ഒരു ദിവസം, അത് ശനിയാഴ്ച ദിവസം, ആരാധനകൾക്ക് വേണ്ടി മാറിയിരിക്കാൻ പറഞ്ഞു. പക്ഷെ അവർ ചെയ്തില്ല. 7-ാം നാൾ ആ ശനിയാഴ്ചയും അവർ ഉപജീവനവുമായി ബന്ധപ്പെട്ടപ്പോഴാണ് വലിയൊരു സമൂഹത്തെ കുരങ്ങുകളായിട്ട് മാറ്റിക്കളഞ്ഞത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ വിധത്തിൽ നമ്മൾ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു ആരാധനകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് മാറ്റിവെച്ചൊരു ദിവസമാണ് വെള്ളിയാഴ്ച. പക്ഷെ അള്ളാഹു വാരാടിസ്ഥാനത്തിൽ അമലുകൾ നിശ്ചയിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഓരോ ദിവസവും ദിനംപ്രതി ആരാധനകൾ നമ്മളോട് ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെ വെള്ളിയാഴ്ചയിലെ ഏതാനും ചില മണിക്കൂറുകൾ മാത്രമാണ്, ഏതാനും ചില നിമിഷങ്ങൾ മാത്രമാണ് ആരാധനയ്ക്ക് വേണ്ടി ഉറപ്പായിട്ട് മാറ്റിവെക്കാൻ പറഞ്ഞത്. എന്താ ഖുർആൻ പറഞ്ഞത്? ബാങ്ക് വെള്ളിയാഴ്ച ജുമയ്ക്ക് വേണ്ടി ബാങ്ക് വിളിച്ചാൽ പിന്നെ വേറെ പണിയും കൊടുക്കാൻ പാടില്ല. വദറുൽ ബൈഅ എന്ന്, അതുവരെ നിങ്ങൾ കച്ചവടത്തിലായിരിക്കണം എന്ന് അവിടെ പറയുന്നത്. ജുമയ്ക്ക് ബാങ്ക് വിളിക്കുന്നത് വരെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഉപജീവന മേഖലയുമായി ബന്ധപ്പെടാം. അത് തൊഴിൽ ഏതുമായിക്കൊള്ളട്ടെ, ഹലാലായ ഏതൊരു തൊഴിലുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. ആ ജോലികൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പള്ളിയിലേക്ക് വരൂ എന്ന്, ജുമാ നമസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ജുമാ നമസ്കാരം കഴിഞ്ഞാലോ
ജുമാ നമസ്കാരം കഴിഞ്ഞാലും ഉടനെ നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങുക, പരക്കെ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് നിങ്ങളുടെ തൊഴിൽ മേഖലയിലുമായി ബന്ധപ്പെടുക. വരുമാനം ഉണ്ടാക്കും മനുഷ്യരെ, പണമുണ്ടാക്കും. പണമില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്നാ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ജുമാക്ക് മുമ്പും ശേഷവും പറഞ്ഞതും ജോലി ചെയ്ത് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. സമ്പാദിക്കുന്നതിന് ഇത്രയേറെ പ്രൊമോഷൻ കൊടുക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതഭേദം എവിടെ കാണാൻ കഴിയും? ഇതൊക്കെ നമുക്ക് പറയേണ്ട കാര്യമില്ല, ഇതൊന്നും ഉപദേശിച്ചിട്ട് ചെയ്യുന്ന കാര്യമില്ല. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാന ലക്ഷ്യം തന്നെ ഈ മണ്ണിന് മീതെ കുറെ സമ്പാദിക്കുക എന്നുള്ളതായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കാര്യം ഉപദേശിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ ഗൗരവത്തോടെ ചിലരെങ്കിലും മനസ്സിലാക്കേണ്ട ചില പോയിന്റ് എന്നുള്ളത്, അധ്വാനിച്ച് സമ്പാദിക്കുക എന്നുള്ളത് ഇസ്ലാം വളരെ വളരെ ഗൗരവത്തോടു കൂടി സംസാരിക്കുന്ന ഒരു വിഷയമാണ്. ആരെയെങ്കിലും ഓസിന് ജീവിക്കുക, ആരെയെങ്കിലുമൊക്കെ ചൂഷണം ചെയ്ത് ജീവിക്കുക, അധ്വാനിക്കാതെ ചുളുവിന് തിന്നുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിയും വെച്ച് പുലർത്തേണ്ട ഒരു നടപടിയേ ഇല്ല. 10,000 പേരും ചക്കി കുത്തും, അമ്മ വേവിക്കും, അമ്മ വിളമ്പും, ഞാൻ തിന്നും എന്ന് പറയുന്ന പഴമ്പൊഴിയുണ്ട്, ഒരു പഴഞ്ചൻ വാക്കുണ്ട്. അതുപോലെ ആരെങ്കിലുമൊക്കെ കഷ്ടപ്പെടട്ടെ, ഏവനെങ്കിലുമൊക്കെ ജോലി ചെയ്യട്ടെ, എന്നിട്ട് എനിക്ക് ഉദാരമായി എന്തെങ്കിലും നൽകട്ടെ, അപ്പോൾ തിന്നാം എന്ന് കണക്കാക്കുന്ന രീതിയെ ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഓരോ മനുഷ്യനും പണിയെടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികൾ ഇരിക്കുന്നൊരു സദസ്സിലൂടെ ഒരു മനുഷ്യൻ കടന്നുപോയി. ആ മനുഷ്യനെ കണ്ടിട്ട് സഹാബാക്കൾ നബിയോട് പങ്കുവെച്ചൊരു അഭിപ്രായമുണ്ട്. നബിയെ, എന്ത് നഷാത്താണ്, എന്ത് ജനതാണ്, ആൾ ഉഷാറാണല്ലോ, നല്ല കായബലമുണ്ട്, നല്ല ശരീരഘടനയുണ്ട്, നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യൻ. സത്യത്തിൽ ഇയാളാണ് കറകളഞ്ഞൊരു യോദ്ധാവ്. യുദ്ധഭൂമിയിൽ സൈനികനായി സേവനമനുഷ്ഠിക്കാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട്. നല്ലൊരു ആൾ രൂപം തന്നെ ഇയാൾ യുദ്ധരംഗത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചിരുന്നെങ്കിൽ അയാൾക്കും ഗുണമായനെ, സമുദായത്തിനും ഗുണമുണ്ടായനെ എന്ന് അവർ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ വാക്ക്, ആ മനുഷ്യനുണ്ടല്ലോ, അയാൾ ഈ കടന്നുപോയത്, ആ കടന്നു പോയിട്ടുള്ളത് വീട്ടിലെ അയാളുടെ കുഞ്ഞു മക്കളുടെ പട്ടിണി മാറ്റാനുള്ള ഭക്ഷണം തേടിയിട്ടാണെങ്കിൽ അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. ബഹുഫിസ്ബിലില്ല, യുദ്ധത്തിന് പോകണമെന്നില്ല. അയാളുടെ മക്കളുടെ അന്നത്തിന് വേണ്ടിയാണ് ആ മനുഷ്യൻ പോയതെങ്കിലും അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. പ്രായം ചെന്ന വയോധികരായ അയാളുടെ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള സമ്പാദ്യം തേടിയാണ് ആ മനുഷ്യൻ പോയതെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. സ്വന്തം അഭിമാനം കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്യന്റെ മുമ്പിൽ ഒരു അപ്പകഷ്ണത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കാതെ സ്വന്തം ആവശ്യത്തിനുള്ളത് അധ്വാനിച്ച് നേടാനുള്ള ഉദ്ദേശത്തോടെയാണ് ആ മനുഷ്യൻ കടന്നുപോയതെങ്കിലും അയാൾ അല്ലാഹുവിൻ്റെ മാർഗത്തിലാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സമ്പാദിക്കുന്നത് ജോലി ചെയ്യാൻ ഇറങ്ങിയാൽ നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. എത്ര സ്ട്രഗിൾ ചെയ്താണ് നമ്മൾ ജോലി ചെയ്യുന്നത്, എത്ര കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ജോലി ചെയ്യുന്നത്. പണം ഉണ്ടാക്കാനുള്ള നമ്മൾ ചിലപ്പോഴെങ്കിലും ആലോചിച്ച് പോകാറില്ലേ, എന്തൊരു മെഴുകുതിരിയാണല്ലോ ഞാൻ, ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ഞാൻ ഉരുകിത്തീരുകയാണ്, ഉറക്കമില്ല, രാവും പകലുമില്ലാതെ സമ്പാദിച്ചിട്ടും തികയുന്നില്ല, കടവും കടത്തിന് മേൽ കടവുമായിട്ട് നിൽക്കുമ്പോഴും ആ വീട്ടുകാരെയും വേണ്ടപ്പെട്ടവരെയും ബന്ധുക്കളെയും ഒരു വ്യസനവും അറിയിക്കാതെ അവർക്കൊന്നിനും കുറവ് വരുത്താതെ കഷ്ടപ്പെട്ട് ഒരു നാൾ ഞാൻ കെട്ടുപോകുമല്ലോ, ആർക്കോ വേണ്ടി വെളിച്ചമായിട്ട് ഒരു മെഴുകുതിരിയായി ഞാൻ അവസാനിച്ചു പോകുമെന്നുള്ള ഒരു ഖേദവും സങ്കടവും നിരാശയും നമ്മൾ വേട്ടയാടാൻ പാടില്ല. അതിൻ്റെ കാര്യവും നമുക്കില്ല. ആർക്കെങ്കിലും ഒക്കെ വെളിച്ചമാകുന്നവരാണോ മനുഷ്യൻ? മറ്റുള്ളവർക്ക് വെട്ടം നൽകുന്നതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. ജീവിതം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ഒരു നാൾ നമ്മൾ അവസാനിക്കും. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ ഇവിടെ ജീവിക്കും, നമ്മൾ മരണപ്പെടും. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് 10 പേർക്കെങ്കിലും ഒരാൾക്കെങ്കിലും എന്നെക്കൊണ്ട് ജീവിതാന്ത്യം വരെ ആഹാരം കൊടുക്കാൻ കഴിഞ്ഞാൽ അതത്രേ വലിയ പുണ്യം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ, എല്ലാവരും അങ്ങനെയാണ്, മക്കൾക്ക് വേണ്ടിയിട്ട്, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ജീവിതം എന്നുള്ളത്. പരസ്പരം സഹായിച്ചും സഹകരിച്ചും പോകുന്നൊരു ജീവിതം. അപ്പോൾ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുത്തൊരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അയാൾക്ക് വലിയ നേട്ടവും പ്രതിഫലവുമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് കൈ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ പരുക്കനായി കാഴ്ച കയ്യിൽ സ്പർശിച്ചു റസൂലുള്ളാഹി. അദ്ദേഹത്തിൻ്റെ കൈ മലർത്തി നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയ തഴമ്പുകൾ കണ്ടു. എന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ ആ നബി അത് ജോലിക്ക് പോയതിൻ്റെ പേരിൽ, ജോലിക്ക് നിരന്തരമായി കൈക്കോട്ട് പിടിച്ചതിൻ്റെ പേരിലോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തഴമ്പുണ്ടായത്. ആ തഴമ്പ് കാണിച്ചിട്ട് റസൂലിന് മുമ്പിൽ പറയുന്നത്, ആ പണിക്ക് പോയ റസൂലെ, പണിക്ക് പോയത് കൊണ്ടാണെന്ന്. ആ കൈവെള്ളയിൽ ചുംബിച്ച റസൂൽ പറഞ്ഞത് അല്ലാഹുവിന് ഇഷ്ടമാണ് ഈ കരങ്ങളെ എന്ന്. സ്വന്തം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നവന്റെ കരങ്ങളെ അല്ലാഹുവിന് ഇഷ്ടമാണ് എന്ന്. ഇന്നല്ലാഹ യുഹിബ്ബു അയ്യൻദുറ റജുല ഫീ തഅബിഹി ലിഅഹ്ലിഹി എന്ന്. ഒരു മനുഷ്യൻ അയാളുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് കാണുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ അയാൾ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്.
എല്ലാവരും അവരുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ, അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി കൂടിയാകണം. നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മൾ കുടുംബത്തിന് ഒരു കരപറ്റിക്കാൻ വേണ്ടിയിട്ട്, ജീവിതത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഗ്രഹനാഥന്മാരും പെടാപ്പാട് പെടുമ്പോൾ അതാരും കണ്ടില്ല എന്ന് നടിക്കരുത്. ഇതെല്ലാം കാണുന്ന ഒരുവൻ മുകളിലുണ്ട്, സാക്ഷാൽ പടച്ചവനുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, ചില പാപങ്ങളുണ്ട്, മനുഷ്യൻ ചെയ്തു പോകുന്ന പാപങ്ങളാണ്, അതങ്ങും പൊറുപ്പിക്കാൻ നമസ്കാരത്തിനെ കൊണ്ടാവില്ല. ആ പാപങ്ങൾക്ക് പരിഹാരമാകാൻ നോമ്പുകൾക്കാവില്ല, ആ പാപങ്ങൾക്ക് പരിഹാരമാകാൻ സക്കാത്തുകൾക്കാവില്ല. പിന്നെ എന്താണ് നബി ആ പാപങ്ങളെ പൊറുപ്പിക്കുക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുമ്പോൾ അൽ ഹുമൂമു ലി ഫീ തലബിൽ മഈഷ എന്ന്, ഉപജീവനം തേടി ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസമുണ്ടല്ലോ, ദുഃഖമുണ്ടല്ലോ, ആ പ്രയാസങ്ങളാണ് ആ പാപങ്ങൾക്ക് പരിഹാരമാവുക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മേൽ പ്രതിഫലമുണ്ട് എന്നതിലുപരിയായി തന്നെ അത് നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരവുമാണ്. സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കുന്ന ആഹാരം, ഒരു ഉരുള ആഹാരമുണ്ടല്ലോ, ആ ഒരു ഉരുള ആഹാരത്തിന് പോലും നിനക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലിയുണ്ട് എന്ന് പഠിപ്പിച്ചവനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വീട്ടിൻ്റെ ചിലവിന് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ആഹാരം അവർ ഭക്ഷിക്കുമ്പോൾ ഒരു ഉരുള ആഹാരമാകട്ടെ, അതിന് വീണ്ടും അള്ളാഹു കണക്ക് വെച്ചിട്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ആഹാരം കൊടുക്കുമ്പോൾ അതിൽ അള്ളാഹു എനിക്ക് കൂലി നൽകാമെന്ന് പറയുന്നൊരു മതം, അങ്ങനെ ഒരു കാരുണ്യമുള്ളൊരു ദൈവം, അതാ പടച്ചവൻ. അള്ളാഹുവിനെ നമ്മൾ അറിയാതെ പോകുന്നുണ്ട്, അള്ളാഹു നമ്മൾ മനസ്സിലാകാതെ പോകുന്നുണ്ട്. എൻ്റെ ഭാര്യയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ പകുതിയാണ്, എൻ്റെ ജീവിതത്തിന് സന്തോഷ സങ്കടങ്ങൾ പങ്കിട്ടവളാണ്, എൻ്റെ മക്കളെ പ്രസവിച്ചവളാണ്, എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ട് എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയവളാണ്. പക്ഷെ അവൾക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ പോലും എനിക്ക് കൂലി എഴുതുന്നൊരു നാഥൻ, ആ പടച്ചവൻ നമുക്കുണ്ട് എന്നുള്ളത്, അവരെക്കാലൊക്കെ എത്രയോ പ്രിയമാണ് എൻ്റെ റബ്ബിന് എന്നോടുള്ളത് എന്ന അള്ളാഹുവിൻ്റെ സ്നേഹവാത്സല്യങ്ങളെ നമ്മൾ അറിയാതെ പോയിട്ടുണ്ട്. അള്ളാഹു അത്രയും കരുതലോടെ ഇരിക്കുന്ന ഒരു വിശ്വാസിയുടെ ഒരു അധ്വാനത്തെയും അത്ഭുതം തന്നെയാണോ വിശ്വാസിയുടെ കാര്യം, എല്ലാം അവന് ഹൈർ തന്നെയാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ചെറിയൊരു ചലനം പോലും, ഒരു ചെറിയ നൊമ്പരം പോലും അള്ളാഹു എന്ത് ചെയ്യുന്നു, അളന്നെടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ജീവിതത്തിൽ പ്രയാസം, കുടുംബത്തിനെ പോറ്റാൻ വേണ്ടി നമ്മൾ പ്രയാസപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു ടെൻഷൻ്റെ ഒരംശമുണ്ടല്ലോ, അതുപോലും അളന്നെടുക്കുന്നവനാണ് അള്ളാഹു, അതിന് പോലും പ്രതിഫലം നൽകുന്നവനാണ് റബ്ബ്. അതുകൊണ്ട് അധ്വാനശീലം വിട്ടുകളയാൻ പാടില്ല. സ്വയം തൊഴിൽ കണ്ടെത്തുകയും തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ അവൻ്റെ സ്വന്തം കൈകൊണ്ടുള്ള അധ്വാനത്തിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യത്തെക്കാളും മികച്ച ഭക്ഷണം ഭൂമിയിലില്ല എന്ന്. ഇല്ല, അതിനേക്കാൾ മികച്ച ഭക്ഷണം ഭൂമിയിലില്ല. സ്വന്തം അധ്വാനത്തിലൂടെ ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി ചേർത്ത് പറഞ്ഞു. മഹാനായ പ്രവാചകൻ ദാവൂദ് നബി അലൈഹിസ്സലാം സ്വന്തം കരങ്ങൾ കൊണ്ട് ജോലിയെടുത്ത് അങ്ങനെ ജീവിച്ചൊരു പ്രവാചകനാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി പ്രവാചകന്മാരെങ്ങും ജോലി ചെയ്യാതെ ജീവിച്ചു എന്നല്ല, ചില കാര്യങ്ങളിൽ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ രീതികളെ റസൂലുള്ളാഹി പലപ്പോഴും പ്രൊമോട്ട് ചെയ്യാറുണ്ട്, എടുത്തു പറയാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അള്ളാൻ്റെ റസൂലടക്കം, അള്ളാഹുവിൻ്റെ റസൂലടക്കം ജോലി തന്നെ ജീവിച്ചത്. ആടുമയ്ക്കാൻ പോയ ഒരു കാലഘട്ടം റസൂലിനുണ്ടായിരുന്നു, കച്ചവടത്തിന് പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഉപരിയായി നുബൂവത്ത് നൽകപ്പെട്ടു, പ്രവാചകത്വം എന്ന ദഅവത്ത് എന്ന മഹത്തായ ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ടപ്പോഴും കുടുംബത്തിന് കൈയൊഴിഞ്ഞവനല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആരും കണക്കാക്കല്. ചിലർ കണക്കാക്കുന്ന അങ്ങനെയാണ്, നബിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കുടുംബത്തിനൊക്കെ പട്ടിണി കിട്ടിയ ആളാണോ എന്ന്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനകത്ത് പട്ടിണി ഉണ്ടായിരുന്നു, അവിടെ പട്ടിണിയൊക്കെ ഉണ്ടായിരുന്നു, മാസക്കണക്കിന് പട്ടിണി ഉണ്ടായിരുന്നു. അടുപ്പ് പുകയാതെ ഈന്തപ്പഴവും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മുന്തിരിയും വെള്ളവും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട സാഹചര്യമൊക്കെ വന്നു പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പ്രവാചകൻ തൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും എന്ന പോലെ, ഇസ്ലാമിൻ്റെ ഒരു തുടക്ക കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് മുഴുവൻ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട് മദീനയിൽ ചേക്കേറി മദീനയിൽ നടന്ന ചില യുദ്ധങ്ങളും സാഹചര്യങ്ങളും കടന്നുപോയപ്പോൾ ഗനീമത്ത് സ്വത്തുക്കൾ എല്ലാവർക്കും വിധിക്കപ്പെട്ടു. യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികർക്ക് മാത്രം വിധിക്കപ്പെടുന്ന ആ ഗനീമത്തിൽ ഒരു യോദ്ധാവായി, ഒരു സൈനികനായി സേവനമനുഷ്ഠിച്ചു എന്ന കാരണം കൊണ്ട് പ്രവാചകനും അർഹതയുണ്ടായിരുന്നു. ആ അർഹതയിൽപ്പെട്ട അവകാശമായിരുന്നു ഖൈബറിലെ ഒരു തോട്ടം. ആ തോട്ടത്തിൻ്റെ വരുമാനം പ്രവാചകന്റെ മരണം വരെയും കുടുംബത്തിൻ്റെ ചിലവിന് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു. വർഷാവർഷം അവിടുത്തെ വിളവാണ് നബിയുടെ കുടുംബത്തിൻ്റെ വാർഷികമായ ഒരു ബഡ്ജറ്റായി കണക്കാക്കുക. പക്ഷേ അതിൽ കൂടുതലും ദാനമായി പോയതുകൊണ്ടാണ്, അതിൽ കൂടുതലും ദാനമായി പുറത്തു പോയതുകൊണ്ടാണ് കുടുംബം പലപ്പോഴും പട്ടിണി കിടക്കേണ്ടി വന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവർക്ക് വിധിച്ചതുകൊണ്ടാണ്. അത് നബിയുടെ കാലശേഷവും ആ ഗനീമത്ത് സ്വത്തിൽ നിന്നെടുക്കുന്ന വിളവുകളാണ് പ്രവാചകൻ്റെ പത്നിമാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുടുംബത്തെ നോക്കാതെ പൈസയുടെ കാര്യം ഏർപ്പാട് ചെയ്യാതെ അങ്ങനെ കഴിഞ്ഞു എന്ന് കണക്കാക്കല്ലേ. അതൊക്കെ പലപ്പോഴും ദാനം ചെയ്തിട്ട് തികയാതെ വരും. അപ്പോഴും വീട്ടിനകത്ത് വലിയ പട്ടിണിയാകുമ്പോൾ റസൂൽ എന്ത് ചെയ്യുമെന്ന് പറയുമോ, സ്വന്തം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ ആകെ ഉള്ളതൊരു പടയങ്കി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വാളായിരിക്കും, എന്തെങ്കിലും പരിചയമായിരിക്കും. അത് കൊണ്ടുപോയി പണയം വെക്കും, മുസ്ലിമിൻ്റെ അടുത്ത് കൊണ്ടുപോയി പണയം വെക്കും. ഉസ്മാനെ എൻ്റെ ഒരു പടയെങ്കിൽ ഇവിടെ പണയം ഇരിക്കട്ടെ, ചുറ്റും പൈസ ഇങ്ങനെ
അദ്ദേഹം പണയമായിട്ടത് സ്വീകരിക്കൂ. നബി അങ്ങ് എൻ്റെ സ്വത്ത് അങ്ങ് എടുക്കാൻ പറയും. അതുകൊണ്ട് അവിടെ പോവാറില്ല, അബ്ദുറഹ്മാന്റെ മുമ്പിൽ പോവാറില്ല. ഏതെങ്കിലും ജൂതന്റെ അടുക്കൽ പോയിട്ട് എൻ്റെ പടയെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ, അല്പം ധാന്യം, അല്പം പൈസ വായ്പയായിട്ട് പണയമായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ മരിക്കുമ്പോഴും പോലും പടയെങ്കിൽ പണയത്തിലാണ്. ആർക്ക് വേണ്ടിയാ? ആഡംബര ജീവിതത്തിനല്ല, കുടുംബത്തിന്റെ നിത്യവൃത്തിക്ക് വേണ്ടി എപ്പോഴോ വാങ്ങിച്ചു പോയതാണ്. റസൂൽ അങ്ങനെ കുടുംബത്തിന്റെ കാര്യം നോക്കാതെ ജോലി ചെയ്യാതെ അങ്ങനെ ജീവിച്ചു എന്ന് ആരും കണക്കാക്കില്ലേ? അപ്പം അതുകൊണ്ട് കുടുംബത്തിന് വേണ്ടിയുള്ള അധ്വാനം അതെല്ലാവരും ശീലമാക്കുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ അധ്വാനത്തിന് വലിയ പ്രതിഫലവും നൽകപ്പെടുന്നുണ്ട്. അതൊരിക്കലും നിർത്താൻ പാടില്ല, നിർത്താൻ പാടില്ല. ഇത് അധ്വാനിച്ചു കൊണ്ടേയിരിക്കുക, ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ള അഭിമാനം കണ്ടെത്തണം. അത് ഏത് ജോലിയാണെങ്കിലും, നമുക്ക് അന്നം നൽകുന്ന തൊഴിൽ ഏതാണെങ്കിലും അതിൽ അഭിമാനിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് ഇവിടെ ഒരു വല്ലാത്തൊരു മലയാളികൾക്കിടയിൽ ഒരു ദുരഭിമാനം കയറിക്കൂടിയിട്ട് കാലങ്ങൾ കുറേ ആയിട്ടുണ്ട്. നമ്മൾ ജോലി ഇപ്പോൾ പലതും ചെയ്യാറില്ല. പല ജോലികൾക്ക് നമുക്ക് താല്പര്യമില്ല. കെട്ടിടപ്പണി ചെയ്യാൻ നമുക്ക് വലിയ മോശമാണത്. അത് കണക്ക് തന്നെ നമുക്ക് ഇവിടെ കൃഷിപ്പണികൾ ചെയ്യുക വളരെ മോശമാണ്. പെയിൻ്റ് അടിക്കാൻ പോവുക മോശമാണ്. മീൻ കച്ചവടം മോശമാണ്. ഇതൊക്കെ ഇനി പുറത്തുനിന്ന് ആളിറക്കുക. ഇതിനെല്ലാം പുറത്തുനിന്ന് ആളിറക്കിയിട്ട് എന്ത് ദുരഭിമാനമാണ്. നമ്മളിങ്ങനെ കുറച്ച് പഠിച്ചു കഴിഞ്ഞ് ഒരു കസേര ഇരുന്ന് കറങ്ങി ജോലി ചെയ്യുന്ന ഏതെങ്കിലും ബ്രിട്ടൻകാരെയൊക്കെ ഓടിച്ചു വിട്ടിട്ട് കഷ്ടപ്പെട്ടിട്ട് ബ്രിട്ടനെയൊക്കെ ഇവിടെ ഒഴിവാക്കി വിട്ടത്. ഇപ്പോഴും അമേരിക്ക അടക്കം ബ്രിട്ടൻ അടക്കമുള്ള വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അടിപ്പം പണി എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊരു മത്സരബുദ്ധിയാണ് നമുക്ക്. അതിൽ വലിയ അഭിമാനം നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഉചിതമായ ജോലി കണ്ടെത്തിക്കുള്ളൂ. പക്ഷെ അപ്പോഴും നമുക്കിടയിൽ ഈ തരംതിരിവുണ്ടല്ലോ, ആരെങ്കിലുമൊക്കെ അത് ആശ്രയിക്കണമല്ലോ. സമൂഹത്തിൽ എല്ലാവരെയും ഒരേ ലെവലിൽ പണക്കാരാക്കാത്തത് എന്തുകൊണ്ടാണ്? സാമൂഹ്യ സന്തുലിതത്വം നിലനിൽക്കാൻ വേണ്ടിയാണ്. ഇവിടെ കിണറിൽ ഇറങ്ങി വൃത്തിയാക്കാനും കിണർ കുഴിക്കാനും തെങ്ങിക്കയറാനും ഇവിടെ ചാല് വൃത്തിയാക്കാനും നമുക്ക് ആളാവശ്യമുണ്ട്, മനുഷ്യനാവശ്യമാണ്. അത് എന്തിനു വേണ്ടി? അങ്ങനെ നിൽക്കണമെങ്കിൽ കുറേ പാവങ്ങൾ ഇവിടെ വേണം, പാവപ്പെട്ട ആൾക്കാർ ഇവിടെ വേണം, പൈസക്കാരും വേണം. അങ്ങനെ ഓരോ മനുഷ്യനും അവൻ്റെ കുടുംബത്തിൻ്റെ നിത്യവൃത്തിക്ക് വേണ്ടി ആശ്രയിക്കുന്ന പണി ഏതാണെങ്കിലും അത് ഹലാലാണെങ്കിൽ, അത് നിഷിദ്ധമല്ലാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും അത് അർഹിക്കുന്ന അംഗീകാരം, അതിനെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ ബാധ്യത തന്നെയാണ്. നമ്മൾ സ്വന്തം തൊഴിൽ നമുക്കൊന്ന് അഭിമാനമുണ്ടാകണം. രണ്ടാമത്, ഏത് തൊഴിലാണെങ്കിലും അന്യനെ ദ്രോഹിക്കാതെ സമ്പാദിക്കുന്ന സമ്പാദ്യ മേഖലകളെല്ലാം നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. സ്വന്തം പിതാവിൻ്റെ ജോലി പറയാൻ മക്കൾ മടിക്കുന്ന ഒരു കാലഘട്ടം, സ്വന്തം പിതാവിൻ്റെ ജോലി പറയാൻ മക്കൾ മടിക്കുന്ന ഒരു കാലഘട്ടം. 1500 രൂപയ്ക്ക് വേണ്ടിയാണ് ഈ നമ്മളെല്ലാം കൂടി വലിച്ചെറിയുന്ന ഈ ചവറുകൂനയ്ക്കകത്തെ ഈ അഴുക്ക് ജാലിൽ ജോയ് ഇറങ്ങി നിന്നത്. ഒരു മനുഷ്യൻ അഴുക്ക് ജാലിൽപ്പെട്ട് മുങ്ങി മരിക്കുമ്പോൾ ശ്വാസം കിട്ടാതെ പ്ലാസ്റ്റിക് കവറുകൾക്കിടയിൽ നമ്മുടെ പല കെട്ടിടങ്ങളുടെ അകത്തു നിന്നുള്ള വേസ്റ്റ്, ബാത്റൂമിലെ കക്കൂസ് മാലിന്യങ്ങൾ പോലും പുറന്തള്ളിയിട്ടുള്ള ഈ തോട്ടിനകത്തൊരു മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ 1500 രൂപയ്ക്ക് വേണ്ടിയാണ്. 1500 രൂപയ്ക്ക് വേണ്ടി. ആ പണിക്ക് ഒരു അന്തസ്സുണ്ടോ? ആരെയും മുമ്പിൽ കൈനീട്ടില്ലല്ലോ, ആരെയും മുമ്പിൽ കൈനീട്ടാൻ വന്നില്ലല്ലോ. ആരോഗ്യമുള്ള മനുഷ്യരാണ്, ഒരുപാട് ആരോഗ്യമുള്ള തണ്ടും തടിയുമുള്ളവൻ ഇങ്ങനെ വന്ന് കൈനീട്ടും. ഇസ്ലാം അനുവദിക്കുന്നില്ല. ആരോഗ്യമുള്ള മനുഷ്യൻ അവനിങ്ങനെ കൈനീട്ടി ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ മുഖത്ത് മാംസമുണ്ടാവില്ല എന്ന് പരലോകത്ത് വരുമ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരു മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയില്ലേ, അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഒരു ചുള്ളുവിന് പോയി കൈനീട്ടിങ് മാക്കിയ 1 രൂപയാവട്ടെ, അധ്വാനിച്ച് ഞാൻ ഉണ്ടാക്കുന്ന പൈസ ഒരു അധ്വാനവും ഇല്ലാതെ ഇങ്ങനെ കൈനീട്ടി വാങ്ങിച്ചുകൊണ്ട് പോയാൽ അതെങ്ങനെയാ മനുഷ്യ അർഹതയില്ലെങ്കിൽ ദഹിക്കുക? യാചനയെ 1% പോലും പ്രോത്സാഹിപ്പിക്കുന്നില്ല വിശുദ്ധ ഇസ്ലാം. പുണ്യ നബിയുടെ മുമ്പിൽ വന്ന് കൈനീട്ടിയവനോട് പറഞ്ഞത്, എന്തുണ്ടോ തനിക്ക്? എനിക്ക് ആകെ ഒരു പുതപ്പും അത് കണക്കിനൊരു പാത്രവും കൊണ്ട് നബി, അതല്ലാതെ ഒന്നുമില്ല. എന്നാൽ രണ്ടും കൊണ്ടുവരാൻ, ആ രണ്ടും ലേലം വിളിച്ചൊരു തുകയ്ക്ക് വിറ്റ് കിട്ടിയ പൈസ കൊണ്ടൊരു കൈക്കോട്ട് മാച്ചു കൊടുത്തിട്ട് മരം വെട്ടി ജീവിക്കാൻ അതിന് അന്തസ്സുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലവൻ്റെ മുമ്പിൽ കൈനീട്ടുന്നതിനേക്കാളും വിറക് കെട്ടി തലയിൽ ചുമക്കുന്നതുകൊണ്ട് അങ്ങാടിയിലൂടെ നടന്ന് നീ കമ്പോളത്തിൽ വിറ്റ് പൈസ ഉണ്ടാക്കും മനുഷ്യ. ജീവിക്കാനുള്ള ഒരുപാട് ഉപാധികൾ ഈ മണ്ണിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. ആ നിക്ഷേപങ്ങളിലൂടെ ജീവിതം, ഉപജീവനം കണ്ടെത്തേണ്ടത് നിന്റെ ബാധ്യതയാണ്. ദുരഭിമാനം കാരണം നീ എന്ത് ചെയ്ത് ഏതെങ്കിലും വലിയ ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബാധ്യതയായിക്കൊണ്ട് കൈനീട്ടി നിൽക്കാനോ പാടില്ല എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അധ്വാനിച്ച് ജീവിക്കാനുള്ള എല്ലാത്തരം പ്രോത്സാഹനവും നൽകുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ അധ്വാനിച്ച് ജീവിക്കാൻ, ജോലി ചെയ്ത് ജീവിക്കാൻ തീരുമാനിക്കുന്നവനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഇവിടെ ഉണ്ടാവണം. എന്ത് ജോലിയാണെങ്കിലും അവർക്ക് തൊഴിലവസരങ്ങൾ തുറന്നു വയ്ക്കാൻ കഴിയണം, ജോലിയുടെ സാധ്യതകൾ തുറന്നു കൊടുക്കുക. അതോടൊപ്പം തന്നെ ജോലി ചെയ്ത് ജീവിക്കുന്നവൻ എന്ത് ചെയ്യുക? പിന്തുണയ്ക്കുക. അത് നമ്മൾ പരസ്പരം ചെയ്യേണ്ട വലിയൊരു ബാധ്യതയാണ്. ഒരു ഓട്ടോ ഡ്രൈവർ ഒരു ഓട്ടോ എടുത്തുകൊണ്ട് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവനൊരു ഓട്ടം കൊടുക്കാൻ കഴിയണമെങ്കിൽ കൊടുക്കുക. ഓട്ടമായി കൊടുത്ത് നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുക? അവനോട് വില പൈസ, അവൻ ജീവിക്കാൻ വേണ്ടി ഓട്ടോയിട്ടിരിക്കുന്നതാണ്. ആ ഓട്ടോയിൽ 40 രൂപ പറയുമ്പോൾ 50 രൂപ കൊടുത്തിട്ട് ബാക്കി 10 ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ ജീവിക്കാൻ വേണ്ടി അയാളത് കൊണ്ടുപോയി എന്താ ചെയ്യുന്നത്? മിക്കവാറും 99% കുടുംബത്തിന് വേണ്ടി, കുറച്ച് പേര് കല്ല് പിടിക്കാൻ വേണ്ടിയിട്ടുമായിരിക്കാം, ആയിക്കോട്ടെ.
എന്നാൽ കൂടുതൽ ആൾക്കാരും വീട്ടിലെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് തന്നെയാണ് ഈ ജോലിക്കിറങ്ങുന്നത്. അവൻ്റെ പിന്നെ വില പേശിയിട്ട് 30 രൂപയുള്ളൂ, സാധാരണ ഞാൻ 25 കൊടുക്കാറ്, നിനക്കൊരു 5 രൂപ, അവൻ്റെ അവകാശം ചോദിക്കുമ്പോൾ അതിൽ വില പേശിയിട്ട് കുറയ്ക്കാൻ നിൽക്കുന്ന പരിപാടി ഉണ്ടല്ലോ. എന്നിട്ട് വല്ലവനും മോളെ കെട്ടിക്കുമ്പോൾ സീതനത്തുകയിൽ പങ്കുപറ്റാൻ വേണ്ടി 500 അവിടെ മുടക്കും. ഒരുത്തം വലിയ ആഡംബര കെട്ടിടം ഇവിടെ കെട്ടിപ്പൊക്കുമ്പോൾ പാല് കാച്ചെന്ന് പറഞ്ഞ് പരിപാടി നടത്തുമ്പോൾ അവിടെ കൊണ്ട് 500 അവിടെയും മുടക്കും. അവന് പണമുണ്ട്, അവൻ വീടുണ്ടാക്കി, അവൻ്റെ പണമുള്ളതുകൊണ്ട് അവന് മോളെ സീതനം കൊടുത്ത് കെട്ടിച്ചു. നിന്റെ സഹായം ആരാ ചോദിച്ചത്? ഒരുത്തൻ ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവൻ്റെ പോയി വിലപേശുന്ന ഒരു സംസ്കാരം, അതാണ് നമ്മൾ മാറ്റേണ്ടത്. ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവനെ സഹായിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാവണം. അവനെ പിന്തുണയ്ക്കാൻ വെറുപ്പിക്കരുത്, ആരെയും വെറുപ്പിക്കരുത്. അധ്വാനിക്കുന്നവന് കൂലി കൊടുക്കാനും കൂടി അതൊരു പ്രോത്സാഹനമാണ്, അവർക്ക് ജീവിക്കാനുള്ള ഒരു പ്രോത്സാഹനം. പ്രത്യേകിച്ച് വലിയ സാമ്പത്തിക മാന്യം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം തരം താഴ്ന്ന വിലപേശലുകൾ നമ്മൾ നടത്താൻ പാടില്ല. ജോലി ചെയ്യുന്നവന് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു അന്തരീക്ഷം കൂടി സൃഷ്ടിക്കുന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ്. ഗൗരവത്തോടെ ചിന്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദി ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അറബി ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്. ഒരു മനുഷ്യൻ മൻ അഅതാനി ശമക്കൻ, ഒരാൾ എനിക്കൊരു മത്സ്യം തന്നു, അങ്ങനെ ഒരു മത്സ്യം എനിക്ക് വിശന്നപ്പോൾ തന്നാൽ സത്യത്തിൽ അയാൾ എനിക്ക് ഒരു നേരത്തെ ആഹാരമിട്ടവനാണ്. എന്നാൽ ഒരാൾ എനിക്ക് വിശന്നപ്പോൾ അയാൾ എങ്ങനെ മത്സ്യബന്ധനം നടത്താമെന്ന് പഠിപ്പിച്ചു, മീൻ പിടിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു. എങ്കിൽ സത്യത്തിൽ അയാളാണ് എൻ്റെ ജീവിതം മുഴുവൻ ആഹാരമിട്ടവൻ എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട് അറബി ഭാഷയിൽ. വലിയ അർത്ഥമുള്ളൊരു ചൊല്ലാണ്. കാരണം ഒരു നേരം വിശക്കുന്നവൻ ആഹാരം കൊടുക്കുന്നതും ഒരാൾക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള ഒരു തൊഴിൽ കൊടുക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരാൾക്കൊരു തൊഴിൽ കൊടുക്കുക അല്ലെങ്കിൽ ഒരു തൊഴിൽ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് അത് വലിയ ധർമ്മമാണ്. അതിന് വലിയ ലൈഫ് ലോങ്, ഒരു ജീവിത കാലഘട്ടം മുഴുവൻ അയാൾക്ക് അന്നമിടുന്ന പുണ്യമാണത്. നമ്മൾ തൊഴിലവസരം സൃഷ്ടിക്കുക എന്നുള്ളത് വലിയൊരു സൽക്കർമ്മമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എങ്ങനെയെങ്കിലും പഠിച്ചു കയറി വന്ന് എവിടെയെങ്കിലും ഒരു എംപ്ലോയി ആയി തീരണം എന്നതിനപ്പുറത്തേക്ക് നമുക്കെന്തുകൊണ്ട് ഒരു സംരംഭകരായിക്കൂടാ, എന്തുകൊണ്ട് നമുക്കൊരു നിക്ഷേപകരായിക്കൂടാ, എന്തുകൊണ്ട് നമുക്കിവിടെ സാധ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൂടാ? ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, സാമ്പത്തിക പ്രശ്നത്തിൻ്റെ അടിയാധാരം എന്നുള്ളത് തൊഴിലില്ലായ്മയാണ്. ജനങ്ങൾക്ക് തൊഴിലില്ല, ജോലിയില്ല. അങ്ങനെ ജോലിയില്ലാതെ കഴിയുന്ന ഒരു സമൂഹത്തിന് തൊഴിൽ കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമാണ്. അത്തരത്തിൽ തൊഴിൽ കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇനി തൊഴിൽ കൊടുക്കുന്ന ആൾക്കാർക്ക് പിന്തുണ കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഒരുപാട് പേര് തൊഴിൽദാതാക്കളുണ്ട് ഇവിടെ. ചെറുകിട സംരംഭങ്ങളാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന ഈ നമ്മുടെ നാട്ടിൽ. നമ്മൾ നോക്കുക, ഇവിടെ ഏറ്റവും കൂടുതൽ വ്യാപാര രംഗത്ത് ഒരുപാട് തൊഴിൽ നമുക്ക് കാണാൻ കഴിയും. വ്യാപാര രംഗത്ത് ഒരുപാട് തൊഴിൽ കൊടുക്കുന്ന ആൾക്കാരാണ്. സ്വയം ഒരു തൊഴിൽ കണ്ടെത്തുകയും മറ്റുള്ള ഒരുപാട് പേർക്ക് ചെറിയ ശമ്പളമാണെങ്കിൽ പോലും തൊഴിൽ കൊടുക്കുകയും ചെയ്യുന്നൊരു മേഖലയാണ് വ്യാപാര മേഖല. പക്ഷെ നമ്മളതിനെ പാടെ കൈയൊഴിഞ്ഞ് കളഞ്ഞു എന്നുള്ളത് നമ്മുടെ ഒരു സാമൂഹിക രംഗത്ത് സാമ്പത്തികമായി നമ്മളെല്ലാവരും പിന്നോട്ടടിക്കാനും ഒരു വലിയൊരു സംഘം ആൾക്കാരുടെ ഭക്ഷണ മേഖല, അവരുടെ ഉപജീവന മേഖലയെ തകർക്കാനും വലിയ തോതിൽ കാരണമായിട്ടുണ്ട്. നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ വലിയ നിലയിൽ എല്ലാവരും ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് പർച്ചേസ് ചെയ്യുക. ഉപ്പൂട്ട് കർപ്പൂരം വഴിയും ഓൺലൈൻ വഴി മാക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഇവിടെ വ്യാപാരികൾ എങ്ങനെ ജീവിക്കും? അവരെ ആശ്രയിച്ചിരിക്കുന്ന തൊഴിലാളികൾ എങ്ങനെ ജീവിക്കും? നമുക്ക് സാമൂഹ്യ ബാധ്യതയില്ലേ? ഈ സാദി ഷിറാസി എന്ന പേർഷ്യക്കാരൻ അയാളുടെ വീട്ടിലേക്ക് സാധനങ്ങളുമായി കടന്നു വന്നു. അയാൾ വീട്ടിൽ കയറി വരുമ്പോൾ ഭാര്യ ചോദിച്ചത് ഇതെവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞത് നമ്മുടെ ഈ നാൽക്കവലയിൽ നിന്ന്, ഈ കവലയിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന്. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോന്ന്? അപ്പുറത്തെ കവലയിൽ അല്പം കൂടി നടന്ന് അപ്പുറത്തെ കവലയിൽ പോയിരുന്നെങ്കിൽ 50 പൈസ വീതം എല്ലാത്തിനും വിലക്കുറവാന്ന്. അയാൾ പറഞ്ഞു ആയിക്കോട്ടെ, അതിന് ആ വിലക്കുറവിന് അയാൾ അവിടെ കടയിട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്ത് കുറേ ആൾക്കാരുണ്ട് അവിടെ നിന്ന് വാങ്ങിക്കാൻ. ഇത് നമ്മളെയൊക്കെ കണ്ടിട്ടല്ലേ ഇയാൾ ഇവിടെ ഒരു കട തുടങ്ങിയത്. നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ ആരാ വാങ്ങിക്കുക? നമുക്ക് ജീവിക്കാൻ ഇതൊക്കെ ആവശ്യമാണ്. നമ്മൾ ജീവിക്കുമ്പോൾ ഒരാൾ കൂടി ജീവിക്കട്ടെ എന്ന് മറ്റുള്ളവരെ ജീവിക്കുക എന്ന ഒരു മഹത്തായ ഒരു സന്ദേശമാണ് സാദി ഷിറാസി ലഘുകഥ ഭൂസ്ഥാങ്കതകൾ ഉൾപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജീവിക്കണം, ഇവിടെ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളത് ആവശ്യമാണ്. അതൊക്കെ വാങ്ങിക്കണം. നമുക്ക് വസ്ത്രം വേണം, നമുക്ക് ഭക്ഷണം വേണം. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നമ്മുടെ സമീപത്ത് കട നടത്തുന്നവൻ്റെ എന്ന് വാക്കുമ്പോൾ അയാൾക്കൊരു ജീവിതമാകും, അയാൾക്കും ഒരു ജീവിതമാകും. അതൊരു സഹായമാണല്ലോ. വെറുതെ കൊടുക്കണ്ട. ഔദാര്യങ്ങൾ കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് കാണിക്കുന്നുണ്ടല്ലോ. 35 കോടിയും 40 കോടിയും 50 കോടിയൊക്കെ യൂട്യൂബ് വഴി എങ്ങനെ അയച്ചു കൊടുക്കണം നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ വഴിയൊക്കെ അയച്ചു കൊടുക്കുകയാണ്. നല്ല കാര്യം തന്നെയാണ്.
എവിടെയോ കിടക്കുന്നവർക്കൊക്കെ സഹായം ചെയ്യാൻ വലിയ മനസ്സ് കാണിക്കുകയും സ്വന്തം ജംഗ്ഷനിൽ ഒരു കടയും തുറന്നിട്ട് ഔദാര്യം ഒന്നും വേണ്ട, എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു പോകൂ, ഞാൻ ജീവിക്കട്ടെ എന്ന ഒരു ധ്വനിയോടെ ഇരിക്കുന്ന കച്ചവടക്കാരെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ആശ്രയിക്കുന്നത് വിടേണ്ട കാര്യമാണ്. നമ്മൾ ഉപേക്ഷിക്കണം. കഴിവിൻ്റെ പരമാവധി നമ്മുടെ നാട്ടിനെ ആശ്രയിക്കുക. ഒരു കച്ചവടക്കാരന്, എത്ര കച്ചവടക്കാരാണ് കടകൾ പൂട്ടിപ്പോകുന്നത്, എത്ര കച്ചവടക്കാരാണ് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നത്. ഓരോ ദിവസവും വന്നിട്ട് ഇവർ കട തുറന്ന് അടച്ചു പോകുമ്പോൾ നമ്മൾ എന്താ കണക്കാക്കുന്നത്? ജംഗ്ഷൻ കാണാൻ വേണ്ടി വന്നതാണെന്നാണോ? ജംഗ്ഷൻ കാണാൻ വന്നതല്ലല്ലോ ആരും. അവർ വാപ്പയ്ക്കും ഉമ്മയ്ക്കും മരുന്ന് മേടിക്കാൻ വേണ്ടിയാണ്, അവരെ മക്കളുടെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ബസ് ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, വീട്ടിലേക്ക് അരിയും സാധനവും വാങ്ങിച്ചുകൊണ്ട് പോകാനാണ്. ഇതിനൊക്കെ വേണ്ടിയ കട തുറക്കുന്നത്. 1, 2, 3, 4, 5, 6 ദിവസമായി കൈനീട്ടം എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ. ആദ്യം പെട്ടി വീഴുന്ന പൈസ അങ്ങനെ വാക്കേയില്ല. അങ്ങനെ ആദ്യം വീഴുന്ന പൈസ അതുപോലും വിൽക്കാതെ 4, 5 ദിവസവും കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് പരാതി പറയുമ്പോൾ ഉമ്മാക്ക് ഇതുവരെയും ഗുളിക മാച്ചില്ലല്ലോ, അത് തീർന്നിട്ട് കുറേ ദിവസമായല്ലോ എന്ന് നിരന്തരം പരിഭവങ്ങൾ കേൾക്കുന്നൊരു ഗൃഹനാഥൻ ഒരു പിടി കയറിൽ അവസാനിക്കുമ്പോൾ ആ വീട്ടിൽ ചെന്ന് നിന്നിട്ട്, ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാൻ എടുത്ത് തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് തള്ളി മറിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അതല്ല വേണ്ടത്. അതല്ല, ഒരുത്തൻ ചത്തൊടുങ്ങിയിട്ട് അവിടെ വന്നിട്ട് വിലാപം പറഞ്ഞിട്ട് ഞാനങ്ങനെ സഹായിച്ച് മറിക്കുമായിരുന്നു എന്ന് പറയലല്ല. അവൻ്റെ കടയിൽ നിന്ന് 1 കിലോ പഴവും 1 നാരങ്ങ വെള്ളവും നിങ്ങൾ വാങ്ങിച്ചിരുന്നെങ്കിൽ അയാൾ പിന്നെയും ജീവിക്കുമായിരുന്നു. അയാൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാകുമായിരുന്നു. ആ കച്ചവടമൊക്കെ ഉണ്ട് എന്ന് കണക്കാക്കാം, നാളെ ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടായേക്കാം എന്നൊരു പ്രത്യാശ കൊടുക്കാൻ ഒരു കസ്റ്റമറെ കൊണ്ട് കഴിയും. ഇതൊക്കെ വലിയ കാര്യമാണ്. നിങ്ങളിത് എങ്ങനെയൊക്കെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. ഈ പള്ളി മുമ്പിൽ നിന്ന് ഞാൻ പറയുമ്പോൾ ഈ തെരുവിൽ നടക്കുന്ന കച്ചവടക്കാരെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കേൾക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇതിലൊക്കെ വലിയ നന്മയുണ്ട്. അത് ചിന്തിക്കാൻ കഴിയണം നമുക്ക്. അത് മാത്രമല്ല, ചക്രം എന്ന പൈസയ്ക്ക് പറയാ, ചക്രം അതിങ്ങനെ സൈക്ലിംഗ് ആണ്, കറങ്ങിക്കൊണ്ടേയിരിക്കണം. ആമസോൺ പോലെയുള്ള കമ്പനികളിൽ ഭൂരിപക്ഷവും അത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യും, വിദേശ കുത്തക മുതലാളിമാരാണ് അതിൻ്റെ ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പൈസ 1000 രൂപയ്ക്ക് ഞാൻ അതിൽ നിന്ന് പർച്ചേസ് ചെയ്തു, വിദേശത്തു നിന്നുള്ളൊരു കമ്പനിയാണ്, അവരുമായിട്ട് ഞാൻ കച്ചവടം നടത്തുന്നതെങ്കിൽ 1000 രൂപ എൻ്റെ മണ്ണ് വിട്ട് പുറത്തുപോയി, എൻ്റെ രാജ്യം കടന്നുപോയി. ആ പൈസയുടെ എന്ത് ചെയ്യും, കുറവ് ഈ രാജ്യത്ത് രേഖപ്പെടുത്തും. പൈസ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, വില കൂടും. വില കൂട്ടമാകുമ്പോൾ നമുക്ക് ജീവിക്കാൻ കഴിയാതെയാവും. എന്നാൽ നമ്മുടെ നാട്ടിൽ 100 രൂപ കൊടുത്ത് ഞാൻ മീൻ വാങ്ങിച്ചാൽ മീൻ കച്ചവടക്കാരൻ 100 കൊണ്ടുപോയി പച്ചക്കറി മേടിക്കും, പച്ചക്കറി കടക്കാരൻ അത് കൊണ്ടുപോയിട്ട് ഒരു ചെരുപ്പ് മേടിക്കും, ചെരുപ്പ് കടക്കാരൻ അത് കൊണ്ടുപോയിട്ട് 1 കിലോ അരി വാങ്ങിക്കും, അരി വെള്ളവൻ എന്ത് ഒരു മരിച്ചിരി മേടിക്കും. ഇതൊരു നാട്ടിൽ ഇങ്ങനെ റൊട്ടേഷനാണ്. ഒരു 1000 രൂപ ഒരു നാട്ടിൽ ഞാൻ ഇറക്കിയാൽ 1000 രൂപ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് ഇറക്കിയതാ. അതാണ്ടാ പണം പൂഴ്ത്തിവെക്കലെന്ന് പറഞ്ഞത്. പണം പൂഴ്ത്തിവെക്കലെന്ന് റസൂൽ പറഞ്ഞ കാര്യം എന്താണ്? പണം ചക്രമാണ്, കറങ്ങിക്കൊണ്ടേയിരിക്കണം. നീ പൈസ പുറത്തിറക്കുമ്പോൾ ഒരുപാട് മനുഷ്യർക്ക് അതിൽ ആശയുണ്ട്, ഒരുപാട് മനുഷ്യർക്ക് അതിൽ ഭക്ഷണമുണ്ട്, ഒരുപാട് മനുഷ്യർക്ക് അതിൽ മരുന്നുണ്ട് എന്ന്. ഒരു നാടിൻ്റെ സമ്പന്നത എന്നുള്ളത് നമ്മളെ ഏറ്റവും പ്രധാനമായിട്ടും ഉൽപ്പാദകരെയും വ്യാപാരികളെയും ആശ്രയിച്ചാണ് ഒരു നാടിൻ്റെ സമ്പന്നത നിൽക്കുന്നത്. ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നുമില്ല, സ്വന്തം നാട്ടിൽ കച്ചവടവുമില്ലെങ്കിൽ ഈ മണ്ണ് തരിശ് ഭൂമി പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും ഒരു സമൂഹം ഒന്നടങ്കം തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കറൻസി ഉണ്ടാവില്ല കയ്യിൽ ആരുടെയും പക്കൽ. അതുകൊണ്ട് ആലോചിക്കുക, ഗൗരവത്തോടെ ആലോചിക്കുക, ചിന്തിച്ച് പ്രവർത്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ റബ്ബി തമ്മിം ബിൽ ഖൈരി വശ് ശആദ.